ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുകയും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രതിപക്ഷ നേതാസ്ഥാനത്ത് നിന്ന് വി.ഡി. സതീശൻ മാറുകയും ചെയ്യുന്ന ഒരു കാലമാണോ താങ്കൾ സ്വപ്നം കാണുന്നത്? തീർച്ചയായിട്ടും ആ കാലത്തിലേക്കാണ് പോകുന്നത്. വി.ഡി. സതീശനെ ഈ പൊസിഷനിൽ ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട അത് ജനങ്ങളോട് കൂടി പറയാണ്. ഒരു തർക്കവും നിങ്ങൾ കരുതണ്ട. പക്ഷെ അതിന് എം സ്വരാജ് വിജയിക്കണ്ടേ? 2026 ഇവിടെ തിരിച്ചു വരിക എന്ന UDFിൻ്റെയും കേരളത്തിലെ ജനങ്ങളുടെയും ലക്ഷ്യത്തിന് തടസ്സമിടുന്നത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും ധിക്കാരവും അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയാണ്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ UDFന് തിരിച്ചു വരാൻ. വി.ഡി. സതീശൻ മാറിക്കഴിഞ്ഞാൽ മുന്നണി പ്രവേശനത്തിന് കോൺഗ്രസിൽ നിന്ന് താങ്കൾക്ക് ആരെങ്കിലും ഓഫർ നൽകിയിട്ടുണ്ടോ? വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതൃത്വം മാറിയാൽ താങ്കൾ UDFിൽ ഞങ്ങൾ അത് മാത്രമല്ലേ പ്രശ്നം. പിന്നെന്തിനാ ഓഫറിൻ്റെ ആവശ്യം? ഓഫർ ഓൺലി ഇഷ്യൂ ഈസ് ദ ഓൺലി മാൻ. മുതിർന്ന നേതാക്കളിൽ നിന്ന് താങ്കൾക്ക് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഓഫർ ഉണ്ട്. അല്ല, ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. മഴ പെയ്താൽ വെള്ളം ഉണ്ടാവുന്ന ആർക്കാ അറിയാത്തത്? വെയിൽ വന്നാൽ ചൂടുണ്ടാവുന്ന ആർക്കാ അറിയാത്ത? അങ്ങനത്തെ ഒരു ചോദ്യത്തിൽ വി.ഡി. സതീശൻ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ചില നേതാക്കളെങ്കിലും താങ്കൾക്ക് പിറകിലുണ്ടാവും. വി.ഡി. സതീശൻ മാറണം എന്ന് ആഗ്രഹിക്കുന്നത്, പിണറായി സത്തെ തകർക്കണം എന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജനങ്ങളുണ്ട്. അതിൽ കോൺഗ്രസിന്റെ പ്രമുഖരായ നേതാക്കന്മാരുണ്ട്. പിന്നെന്താ? ലീഗിനും അത്ര ഒരു നിലപാടുണ്ട്. വി.ഡി. സതീശൻ UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറണം എന്നുള്ളൊരു നിലപാട് ലീഗിനും ഉണ്ടോ? അല്ല, അതിപ്പോൾ ലീഗല്ലേ പറയേണ്ടത്. അതൊക്കെ എനിക്ക് മനസ്സിലാകുമല്ലോ. മനുഷ്യന്മാർക്ക് ആ മനസ്സിലാകലെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ലീഗിന്റെ ലീഡർഷിപ്പിന് മനസ്സിലായിട്ടുണ്ട്. ഒരു ഭാഗത്ത് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടണം, വി.ഡി. സതീശൻ അതുവഴി ചെയർമാൻ സ്ഥാനം മാറണം എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് പിണറായിസം വിജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആത്യന്തികമായിട്ട് പിണറായിസം വിജയിക്കണമെന്നാണോ UDF ചെയർമാൻ മാറണമെന്നാണോ? പിണറായിസം കേരളത്തിൽ തകർന്നടിയാൻ പോകുന്ന തലമുറയില്ല. ആ പിണറായിസത്തെ ഈ കേരളത്തിലെ ജനതയുടെ മുന്നിലേക്ക് തുറന്നു വെച്ച് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത PV അൻവറാണ് പിണറായിസത്തെ അവിടെ തടുക്കാനുള്ളത്. PV അൻവറാണ് അവിടെ വിജയിക്കാൻ പോകുന്നത്. ഈ ഒരു ഘട്ടത്തിൽ UDFന് ഏറ്റവും പ്രധാനികളായി P.K. കുഞ്ഞാലിക്കുട്ടി, K. കരുണാകരൻ മുതൽ AK ആന്റണി, ഉമ്മൻചാണ്ടി, ആ കാലഘട്ടത്തിലൊക്കെ P.K. കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായത്തിന് ആ UDF മുന്നണിയിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്ന് P.K. കുഞ്ഞാലിക്കുട്ടി പലപ്പോഴായി ശ്രീ PV അൻവറിനെ UDFനൊപ്പം ചേർക്കണമെന്ന അഭിപ്രായം ഉയർത്തുമ്പോഴും ആ ഒരു സ്വീകാര്യത മുന്നണിക്കകത്ത് P.K. കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? അല്ല, അതാണ് 2026 ഇത് നടക്കില്ല, ഇദ്ദേഹമാണിത് നയിക്കുന്നതെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. അദ്ദേഹത്തെ നയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധിക്കാരവും അഹങ്കാരവും അദ്ദേഹത്തിൻ്റെ തൻപ്രമാണിത്വവും അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയാണ്. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ബഹുമാനപ്പെട്ട K. കരുണാകരൻ്റെ കൂടെ മന്ത്രിയാവുമോ? വള്ളി ട്രൗസറിട്ട് നടക്കുന്ന പ്രായമാണ് വി.ഡി. സതീശന്. അന്ന് 10-12 വയസ്സുണ്ടാവും. മനസ്സിലായില്ലേ? ആ വി.ഡി. സതീശൻ ഈ പറയുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ വിരലിൽ എന്താ പറയുക, കീ ചെയിനിലിട്ടിട്ട് കറക്കാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഈ വിഷയത്തിൽ അവസാനമായി ഫോൺ വിളിച്ചിട്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഫോൺ അറ്റൻഡ് ചെയ്തില്ല എന്നാണ്. നിങ്ങൾ സ്വകാര്യത്തിൽ അന്വേഷിച്ചോ? ഒരു മിനിറ്റ്. എന്നിട്ട് അദ്ദേഹത്തെ കാണാൻ, ഈ വി.ഡി. സതീശനെ കാണാൻ, ഈ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യണമെന്ന ആഗ്രഹവും ഉത്തരവാദിത്വവും ഉള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെ കാണാൻ വാഹനമെടുത്ത് അദ്ദേഹം താമസിക്കുന്ന ലോഡ്ജിലേക്ക് പോകേണ്ട ഗതികേട് ആ മനുഷ്യനുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി? ഇതിങ്ങനെ ഞാൻ മനത്തറിയുമ്പോഴേ പറയും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങൾ എനിക്ക് വേണ്ടി ഞാൻ ആരെയും കാല് പിടിക്കരുത് എന്ന് ഒരു വട്ടമല്ല പല തട്ട അവസാനം ഞാൻ പറഞ്ഞു. നിങ്ങൾ വിട്ടേക്ക്, നിങ്ങൾ ഇങ്ങനെ കാല് പിടിക്കുന്നത് എനിക്ക് കാണാൻ വയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വസ്തുതയല്ലേ?